ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ UDF ഗവൺമെന്റ് വന്നാൽ ആദ്യമെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പഴയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കണ്ടപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു, ഇതിലെന്തോ തട്ടിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ദുരൂഹമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കേണ്ട താമസം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നിരത്തി CPM അങ്ങ് സ്കോർ ചെയ്തു. പിന്നീടുള്ള 2-3 ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എവിടെ എന്ന ക്യാമ്പയിൻ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കോൺഗ്രസിനെ ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ചു കാണിച്ചു. കൃത്യമായ BJP CPM ഡീലാണ് ഇതിനു പിന്നിലെന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അതായിരുന്നു അന്ന് KC വേണുഗോപാൽ ദുരൂഹത ആരോപിച്ചത്. ഇപ്പോഴിതാ ആ ദുരൂഹതകൾക്ക് ആഴം കൂട്ടുന്ന സ്ഥാനാർത്ഥികളെ CPM ഇറക്കിയതിലും സംശയമുന്നയിച്ച് അദ്ദേഹം എത്തുകയാണ്. പ്രധാനമായിട്ടും 2 ജില്ലകളിലെ CPM സ്ഥാനാർത്ഥി പട്ടികയിലാണ് അദ്ദേഹം സംശയം ഉന്നയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി പട്ടിക ദുരൂഹമാണെന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ ഇത് വ്യക്തമാകും. ഇടതുപക്ഷവും BJPയും പരസ്പരം സഹകരിച്ച് മത്സരിക്കാനാണ് പരിപാടി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഈ 2 മണ്ഡലങ്ങളിലും BJPയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായതാണ്. അവർക്ക് കുറച്ചെങ്കിലും മുന്നേറ്റമുള്ള ഈ 2 മണ്ഡലത്തെയും CPM ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി സഹായിക്കുകയുമാണ്. KCയുടെ ആരോപണം CPMനും BJPക്കും പൊല്ലാപ്പാകുന്നതിനപ്പുറം ഇരുട്ടടി കിട്ടുന്ന മറ്റൊരാളുണ്ട്. BJP നേതാവ് പത്മജ. ആറ്റുനോറ്റ് സീറ്റ് കിട്ടി മത്സരിക്കാൻ നിൽക്കുന്ന പത്മജയെ സംബന്ധിച്ച് ജയിക്കുക എന്നത് വലിയ കടമ്പയാണ്. അതോടൊപ്പം ജയിച്ചു കാണിച്ചില്ലെങ്കിൽ പിന്നെ BJPയിൽ പൊടി പോലും ബാക്കി വെക്കാതെ അവർ തൂത്ത് തുടച്ചെടുക്കും. അതുകൊണ്ട് തൃശ്ശൂരുള്ള ഈ ഡീല് പുറത്താകുന്നതോടെ പത്മജയുടെ അവസാന പ്രതീക്ഷയും ഗോവിന്ദ. CPMന്റെ ഈ അകമഴിഞ്ഞ സഹായം കൊണ്ട് ജയിക്കാമെന്ന പത്മജയുടെ ആ മോഹവും വെള്ളത്തിലായി. പത്മജയ്ക്ക് മുന്നിൽ KC വെച്ച ഈ ചെക്ക് നിസ്സാരമായി കാണണ്ട. അതൊരു പക്ഷേ അച്ഛനെ ചതിച്ച, പ്രസ്ഥാനത്തെ ചതിച്ച പത്മജയോടുള്ള പ്രതികാരം കൂടിയാണ്. പാലക്കാടിന് പുറമെ സംസ്ഥാനങ്ങളിലെ 10ഓളം മണ്ഡലങ്ങളിൽ CPMഉം BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെളിപ്പെടുത്തലുകൾക്ക് ആക്കം കൂട്ടുന്നതാണ് KCയുടെ ഈ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സുരേഷ് ഗോപി എങ്ങനെയാണ് എടുത്തത് എന്ന സത്യം പച്ചവെള്ളം പോലെ അറിയുന്ന തൃശ്ശൂർക്കാർ എന്തായാലും CPMനും BJPക്കും കൂട്ടുനിൽക്കില്ല. അങ്ങനെ നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും KC പൊളിച്ചടുക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ കള്ളക്കളി കയ്യോടെ പൊക്കിയതോടെ പത്മജ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സത്യവാങ്മൂല കടലാസ് 8ആക്കി മടക്കി പോക്കറ്റിൽ വെക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം പറയാം. ഇന്നലെയും ഇന്നുമൊക്കെ എല്ലാ പ്രദേശങ്ങളിലെയും ആവേശവും ജനങ്ങളുടെ പ്രതികരണവും കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിൽ UDF അനുകൂല തരംഗം ആഞ്ഞടിക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. 10 വർഷക്കാലത്തെ പിണറായി ഭരണത്തിൻ്റെ ദുഷ്ചെയ്തികൾ കണ്ടും മടുത്ത ജനം ഇവരൊന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് നിങ്ങൾക്ക് ഏത് ജനങ്ങളോട് ചോദിച്ചാലും, നമ്മുടെ നാട്ടിലിറങ്ങി ആരോട് ചോദിച്ചാലും വീണ്ടും ഒരു പിണറായി ഭരണം വേണമോ എന്ന് ചോദിച്ചാൽ അത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായാൽ പോലും അവൻ പറയുന്നത് ഇനി പിണറായി വേണ്ട എന്നുള്ള തീരുമാനമാണ്. നമുക്കറിയാം ഇതെന്തുകൊണ്ടുണ്ടായി. പത്തനംതിട്ടയിൽ ഇന്നിപ്പം പിണറായി വിജയൻ വന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചു പോയതായിട്ട് ഞാൻ കേട്ടു. പത്രസമ്മേളനം നടത്തി അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു. അതുതന്നെയാണ് ജനങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ശബരിമലയെക്കുറിച്ച് പറഞ്ഞു. ആ പത്രപ്രവർത്തകർ ചോദിച്ചു, ശബരിമലയിലെ വിഷയം CPMനെ ബാധിക്കില്ലേ മുഖ്യമന്ത്രി? ശബരിമലയിലെ വിഷയമൊന്നും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് മറുപടിയാണ് ഞാൻ കണ്ടതാണ് ഇപ്പം വാർത്തയിൽ. ശബരിമല വിഷയം അദ്ദേഹത്തെ ബാധിക്കാൻ പോകുന്നില്ലെങ്കിൽ ഏത് വിഷയം അദ്ദേഹത്തെ ബാധിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത് നമ്മളാരും ഉണ്ടാക്കിയ വിഷയമല്ല. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഓരോ ദേവാലയങ്ങൾക്കുമുണ്ട്. അത് എല്ലാ മതങ്ങളും പരസ്പരം അംഗീകരിക്കുന്ന കാര്യമാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു കാനനക്ഷേത്രം എന്ന നിലയിൽ
ശബരിമല നിലനിൽക്കുന്നത് അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെയാണ്, ആചാരങ്ങളിൽ തന്നെയാണ്. കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ വ്രതാനുഷ്ഠാനം കൊണ്ട് അവിടേക്ക് കയറി വരുന്നത് ഈ ആചാരങ്ങളിൽ വിശ്വസിച്ചിട്ടാണ്. 2007 സഖാവ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് ഈ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ഒരു കേസ് വന്നപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ വിവാദം. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തെന്താണ്? ഉമ്മൻചാണ്ടി പറഞ്ഞു, ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തന്ത്രിയും പൂജാരിയും, അത് ദേവാലയങ്ങളാണെങ്കിൽ അവിടുത്തെ പുരോഹിതനും മതപണ്ഡിതന്മാരുമാണ്. ഉമ്മൻചാണ്ടി അഫിഡവിറ്റ് മാറ്റിക്കൊടുത്തു. ശബരിമലയിൽ ആചാരങ്ങൾക്കനുസരിച്ച് മാത്രമേ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 16 മാറി. പിന്നീട് വന്നത് പിണറായി ഗവൺമെൻറ്. വീണ്ടും ഈ വിഷയം വിവാദമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് പണ്ട് അച്യുതാനന്ദൻ കൊടുത്ത അതേ അഫിഡവിറ്റ് പിണറായി ആവർത്തിച്ചു. അതുകൊണ്ടാണ് ആ സർക്കാരിൻ്റെ തീരുമാനം കണ്ടിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്, ആചാരങ്ങൾക്കെതിരായിട്ടുള്ള വിധി വന്നത്. വിധി വന്നു പോട്ടെ, വിധി വന്നാൽ എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിച്ച് ഇത് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വണ്ണം കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ സംസ്ഥാന സർക്കാരിനുണ്ടാകേണ്ടത്? അത് ചെയ്യുന്നതിന് പകരം വിധി വന്ന് 12 മണിക്കൂർ പോലും കാത്തിരിക്കാതെ അത് നടപ്പിലാക്കാൻ ദുർവാശി പിടിച്ച് വേണ്ടാത്ത ചിലരെയൊക്കെ തന്നെ അവിടത്തേക്ക് കയറ്റി പോകാൻ തീരുമാനിച്ച് പോലീസ് സംരക്ഷണത്തിൽ അവരെ കയറ്റി വിശ്വാസത്തെ വെല്ലുവിളിക്കാനാണ് ശ്രമിച്ചത്. ഇതുകൊണ്ടാണ് വിശ്വാസികൾ ഒറ്റക്കെട്ടായി പറഞ്ഞത്, എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത്. ആ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ മുഴുവൻ പ്രതിഷേധമുണ്ടായി. ചെറിയ പ്രതിഷേധമല്ല, വൈകാരിക പ്രതിഷേധങ്ങൾ. കാരണം വിശ്വാസത്തെ തൊട്ട് കളിച്ചാൽ വൈകാരികമാകുമത്. അവസാനം അത് നടപ്പിലാക്കാൻ പറ്റാതെ പോയി സർക്കാരിന്. പിന്നീടും സുപ്രീം കോടതി അന്തിമമായിട്ട് ഈ കേസെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഈ പ്രശ്നം ഉയർന്നു വന്നത്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടു. ഇലക്ഷൻ വരുന്നുള്ള സാഹചര്യം വന്നു. പഞ്ചായത്ത് ഇലക്ഷൻ്റെ സാഹചര്യം വന്നപ്പോഴും ഇപ്പോഴും. അപ്പോൾ ഗവൺമെൻറ് പെട്ടെന്നൊന്ന് മലക്കം മറിഞ്ഞു. നമ്മളെല്ലാം ധരിച്ചത് മലക്കം മറിഞ്ഞു എന്നാണ്. പക്ഷെ മലക്കം മറിഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഇനി വിശ്വാസികളോടൊപ്പമാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ സുപ്രീം കോടതിയിൽ ഏറ്റവും ഒടുവിൽ കൊടുത്ത സത്യവാങ്മൂലം നിങ്ങൾ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല. ആ സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി കൊടുത്ത സത്യവാങ്മൂലമല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അവർ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യണം, ശബരിമലയിലെ ആചാരങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തേ തീരുമാനിക്കാൻ പറ്റൂ എന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഫലത്തിൽ അവർ മലക്കം മറഞ്ഞു എന്ന പ്രതീതി ഉണ്ടാക്കി വിശ്വാസികളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം പിണറായി വിജയൻ അറിയാം, ഇവർക്ക് വിശ്വാസമൊന്നും പ്രശ്നമല്ല. അത് അമ്പലമായാലും പള്ളിയായാലും അവർക്കെന്ത് വിശ്വാസം? വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് വിശ്വാസം. പിന്നെ ഭാര്യമാരെയൊക്കെ ചിലപ്പോൾ അമ്പലത്തൊക്കെ അയക്കും, അത് വേറെ കാര്യം. അത് ചെയ്യുന്ന പാവങ്ങൾക്ക് എവിടെയെങ്കിലും കുഴപ്പം വരാതിരിക്കണമെങ്കിൽ അവരെ അയക്കുന്നതാണ്. പക്ഷേ പ്രിൻസിപ്പിൾ അനുസരിച്ച് വിശ്വാസമില്ലാത്തവരാണല്ലോ. ഇതിൻ്റെ പുറത്താണ് ആ അമ്പലത്തിലെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും ഒക്കെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി സ്വർണം ചെമ്പാക്കി മാറ്റുന്നത് കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ലോകത്തിൽ ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ ഗതികേട്? അമ്പലത്തിലെ ദേവന്റെ സ്വർണം കെട്ടിട്ട് ജയിലിൽ പോകേണ്ടി വന്ന പാർട്ടി നേതാവുള്ള ഒരു പാർട്ടിയായിട്ട് ലോകത്തിൽ ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് CPM-ന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അവര് അതേ ഉത്തരവാദിത്വം ഇന്നലെ മുഖ്യമന്ത്രി ഇന്ന് വീണ്ടും പറഞ്ഞു,
പത്മകുമാറിനെ പുറത്താക്കുന്നൊക്കെ പ്രതീതി ഉണ്ടാക്കി. ഒരു പ്രതീതി ഉണ്ടാക്കിയില്ല. ഈ രണ്ട് കാര്യങ്ങളിൽ UDF വ്യക്തമായ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ആ കേസ് തന്നെ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമമാണ്. അവർക്കൊക്കെ തന്നെ സ്വാഭാവികമായ ജാമ്യം കിട്ടി. കാരണം ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ കേസ് ഇല്ലാതാക്കിയ ശ്രമമാണ്. ആര് ശ്രമിച്ചാലും. പക്ഷെ രണ്ട് കാര്യം ഞാൻ പറയാം. ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ UDF ഗവൺമെന്റ് വന്നാൽ ആദ്യം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പഴയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതായിരിക്കും. നമ്പർ 2, ഇപ്പോ നിങ്ങളുടെ അഴകുഴപ്പൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉദാസീനത കൊണ്ട് നിങ്ങൾ സഹായിക്കാൻ തീരുമാനിച്ചിട്ട് അന്വേഷിച്ച ഈ അട്ടിമറിയിലൂടെ ജയിലിൽ നിന്നും പുറത്തു വന്നവരാരായാലും യഥാർത്ഥ കുറ്റവാളികളെ എല്ലാം കണ്ടുപിടിച്ച് ജയിലിൽ വീണ്ടും അടക്കുന്ന ഉത്തരവാദിത്വവും UDF ഏറ്റെടുക്കും. അങ്ങനെ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല മിസ്റ്റർ പിണറായി. അങ്ങനെ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഇവരൊന്ന് ഇറങ്ങിപ്പോയാൽ മതി. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിലിന് വേണ്ടി നെട്ടോട്ടോടുകയാണ്. നമ്മളൊക്കെ പത്തനംതിട്ടയിലെ സ്ഥിതി വളരെ രൂക്ഷമാണെന്ന് എനിക്കറിയാം. പ്രായമായ മാതാപിതാക്കൾക്ക് സഹായം കൊടുക്കാൻ ഏത് മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ? അത് മക്കളെ കുഴപ്പമല്ലല്ലോ. എല്ലാവരും വിദേശത്ത് പോവും. ഇവിടെ ജോലിയില്ല. അഥവാ ജോലി കിട്ടിയാൽ മാന്യമായ ശമ്പളമില്ല. കുടുംബം പോറ്റാൻ കഴിയില്ല. അവരെല്ലാം വിദേശങ്ങളിലേക്ക് പോകുന്നു. 10 കൊല്ലക്കാലമായി ഇവർ ഭരിക്കുകയാണ്. കാലത്തിനനുസരിച്ചിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉന്നമതത്തിൽ മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ലോകത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് പഴഞ്ചൻ വിദ്യാഭ്യാസ രീതിയിൽ മാത്രം നിന്ന് ഇവർ മുന്നോട്ട് പോയി. ഫലത്തിൽ എന്താണ്? ബിടെക്കോ എംടെക്കോ പാസ്സായ പോലും 15,000 രൂപ പോലും തികച്ച് ശമ്പളം കിട്ടില്ല. ഈ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയുടെ തെറ്റായ നയങ്ങൾ മൂലമാണ്. അതൊരു ഭാഗത്ത്. അബിൻ വർക്കി ഇവിടെ സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെ ജ്വലിക്കുന്ന യുവാക്കളുടെ, വഞ്ചിക്കപ്പെട്ട യുവാക്കളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾക്ക് മുന്നിലും പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയും മഴയെ കാക്കുന്ന വേഴാമ്പലിനെ പോലെ ഒരു തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ചെറുപ്പക്കാരുടെ രോഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ആറന്മുളയിൽ അബിൻ വർക്കി പ്രാവശ്യം മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ. എത്ര തല്ലുകൊണ്ടിട്ടുണ്ട് അവന്റെ ശരീരത്തിൽ. എത്ര പ്രാവശ്യം പോലീസിന്റെ ഭീകരമായിട്ടുള്ള ഷൂസും ലാത്തിയടിയും ഏറ്റിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കോസിന് വേണ്ടിയിട്ട്, ചെറുപ്പക്കാരൻ്റെ കോസിന് വേണ്ടിയിട്ട്, യുവാക്കളുടെ കോസിന് വേണ്ടിയിട്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി 1ാം റാങ്ക് വാങ്ങിച്ചാലും കേരളത്തിൽ ജോലിയില്ല. നിങ്ങൾക്കറിയുമോ ആ രഹസ്യം? ഫസ്റ്റ് റാങ്ക് PSC പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്. എന്നാൽ അപ്പുറത്തോ സഖാവിൻ്റെ സ്വന്തക്കാര്, ബന്ധുക്കള് എല്ലാം പിൻവാതിലൂടെ നിയമനം വാങ്ങിയിരിക്കുന്നുണ്ട്. ഈ 10 വർഷക്കാലത്തെ പിൻവാതിൽ നിയമനം എടുത്തു നോക്കിയാൽ ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം, അർഹതപ്പെടാത്ത എത്രായിരം പേർക്കാണ് ഇവർ ജോലി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള വികാരം. കൃഷിക്കാരൻ്റെ, ആൻഡോ എപ്പോഴും റബ്ബർ കൃഷിക്കാരൻ്റെ പ്രശ്നം പാർലമെന്റിൽ പറയാറുണ്ട്. ഇപ്പം റബ്ബറിന് കുറച്ച് വിലയുണ്ട്. പക്ഷേ റബ്ബർ കർഷകന് ഒരു ക്രൈസിസ് വന്നപ്പോൾ 200 രൂപ താങ്ങുവില, 150 രൂപ താങ്ങുവിലയാക്കി പ്രഖ്യാപിച്ച് അവരെ സഹായിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള കാര്യം ആർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ന് കഴിഞ്ഞ 10 കൊല്ലത്തെ സ്റ്റാറ്റസ് എടുത്ത് നോക്കണം. 5 കൊല്ലത്തെ മാത്രം കണക്ക് എനിക്കറിയാം. 1008ഓളം പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണമേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മോഡിയുടെ ഭീകരമായ ആക്രമണമുണ്ട്. ഇപ്പം അമേരിക്കയുടെ കരാറും കൂടെ ഒപ്പുവെച്ചപ്പോൾ കൃഷിക്കാരൻ്റെ കാര്യം അധോഗതിയായി.
നിങ്ങൾ മനസ്സിലാക്കേണ്ട അമേരിക്കയിലെ കൃഷി രീതികൾ അമേരിക്കയിൽ പോയവർക്കറിയാം. അവർ മോഡേണായിട്ടുള്ള ഏറ്റവും ആധുനിക രീതിയിലുള്ള കൃഷി രീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ആ രീതിയിൽ വ്യാപകമായി കൊണ്ടുവരുന്നതാണ്. ആ ഉൽപ്പന്നങ്ങൾക്ക് സീറോ ടാക്സാണ് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. സീറോ ടാക്സ്. ഇത് നമ്മുടെ കൃഷിക്കാരൻ്റെ ദേഹത്തേറ്റ ഏറ്റവും കനത്ത പ്രഹരമാണ്. അമേരിക്ക ഇൻഡോ യു എസ് കരാറ് മോഡി അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കൃഷിക്കാരൻ തകർന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ വരുമ്പോൾ പലയിടത്തും ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുക. ഹോട്ടൽ തുറക്കാൻ പറ്റുന്നില്ല. ഗ്യാസില്ല. ഗ്യാസില്ലാതെ ഹോട്ടൽ തുറക്കാൻ പറ്റുമോ? സഹോദരിമാർക്കറിയാം, യു പി എ ഭരിക്കുമ്പോൾ 2014 420 രൂപ ഉണ്ടായിരുന്ന സിലിണ്ടറിനാണ് ഇപ്പം 60 രൂപ കൂടെ കൂട്ടിയാൽ 900 രൂപയായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അത് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്ക് 1850 രൂപ. ഇപ്പോഴതും കിട്ടാനില്ല. കരിഞ്ചന്തയിൽ വാങ്ങിക്കണം. ഗ്യാസിൻ്റെ ക്ഷാമമുണ്ടാക്കി, കൃത്രിമ ക്ഷാമമുണ്ടാക്കി, ചിലപ്പോൾ സിലിണ്ടറിന് 4000 രൂപ കൊടുക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് ഹോട്ടലുകാരൊക്കെ പറയുന്നത്. ഇത് മോഡിയുടെ നയത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. കീഴടങ്ങൽ രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങുന്ന നരേന്ദ്രമോദിയുടെ സാക്ഷാൽ നയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇവിടെ പിണറായി എന്ത് ചെയ്യുന്നു? കൃഷിക്കാരനെ സഹായിക്കാനൊരു നടപടിയില്ല. കേന്ദ്രം അവരെ ഉപദ്രവിക്കുമ്പോൾ സഹായിക്കാൻ അവരില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല. കച്ചവടക്കാർക്ക് ഈ പ്രശ്നമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ഈ ഗ്യാസിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ അവരെന്തിടപെട്ടു? ഈ കമ്പോളത്തിൽ കരിഞ്ചന്തായും പൂഴ്ത്തിവെപ്പും നടക്കുമ്പോൾ എന്തിടപെട്ടു? ഒന്നും ഇടപെട്ടിട്ടില്ല. ഇത് നമ്മുടെ പരാതിയല്ല, നാട്ടിലെ ജനങ്ങളുടെ എല്ലാം പരാതിയാണ്. നമ്മുടെ പത്തനംതിട്ട പ്രസിദ്ധമാണ്. നിങ്ങളുടെ MLA ആണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പ്രത്യേകിച്ച് സഹോദരിമാരാണെങ്കിൽ ഒട്ടും ആക്ഷേപിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ പ്രവൃത്തി കൊണ്ട് ആക്ഷേപം ഏറ്റുവാങ്ങിയേ പറ്റൂ എന്ന് കേരള സമൂഹത്തിന് മുമ്പിൽ പറയുന്ന ഒരാളായി മാറിയാൽ നമ്മൾ ആരും വിചാരിച്ചാലും രക്ഷപ്പെടുമോ? ആരോഗ്യ വകുപ്പ് ഇന്നിപ്പോൾ ഇവിടെ അദ്ദേഹം മുഖ്യമന്ത്രി വന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ആരോഗ്യമന്ത്രിയെ ന്യായീകരിക്കാനാണ്.